മലയാള കവിതയിൽ തീക്കാറ്റ് വിതച്ച കവി. പ്രണയവും ദുഃഖവും സ്വപ്നവും നിറഭേദങ്ങളാക്കി കവിതകൾ രചിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ പ്രിയപ്പെട്ട അതിഥി. ബഹുമാന പുരസ്സരം ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ. ചില പേരുകൾ അതിൻ്റെ ഒരു അസാധാരണത്വം കൊണ്ട് ശ്രദ്ധിക്കപ്പെടും. കടമ്മനിട്ട എന്ന സ്ഥലപ്പേര് പ്രസിദ്ധമാകാൻ, വിശ്വവിഖ്യാതമാകാൻ വെറും ഒരു സാധാരണ പേരായ രാമകൃഷ്ണൻ എന്ന പേരിനോടൊപ്പം ചേർക്കേണ്ടി വന്നു. അങ്ങനെയാണ് കടമ്മനിട്ട എന്ന പേര് ലോകമറിഞ്ഞത്, ഞങ്ങളെല്ലാവരും അറിഞ്ഞത്. അതിനെപ്പറ്റി ഒരുപാട് അറിയില്ലാത്ത പലരും ഇതൊരാളുടെ പേരാണോ എന്ന് വരെ സംശയിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലത്തിൻ്റെ പേര് വിശ്വവിഖ്യാതമാക്കി തീർത്തത് അങ്ങയുടെ പേരിനോടൊപ്പം ചേർന്നപ്പോഴാണ്. എന്താണ് ഈ കടമ്മനിട്ട? എന്താണ് ഈ കടമ്മനിട്ടയുടെ ഖ്യാതി? എന്താണ് ഈ കടമ്മനിട്ടയുടെ പെരുമ? ഇന്നും ഗ്രാമീണ സ്വഭാവങ്ങൾ, പ്രകൃതി അധികവും നഷ്ടപ്പെടാത്ത ഒരു നാട്. പിന്നെ അതിൻ്റെ പെരുമ എൻ്റെ ജന്മദേശമാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ സ്ഥലം, ജന്മസ്ഥലമാണ്. ഈ അനുഷ്ഠാന കലയായ കേരളീയ അനുഷ്ഠാന കലകളിലെ മുഖ്യ പ്രാധാന്യം അർഹിക്കുന്ന പടയണി എന്ന് പറയുന്ന ഒരു ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലം. ഭൂമിശാസ്ത്രം, മലകൾ, കുന്നുകൾ, പാടങ്ങൾ, കൊച്ചു കുളങ്ങൾ, അപ്പോൾ അങ്ങനൊരു അകൽച്ചയില്ലാത്തൊരു ജീവിതമാണ്. എന്നാണ് ഒരു കവി പുറത്തേക്ക് വന്നത്? കുട്ടിക്കാലം മുതൽ ഈ പുരാണങ്ങളും അതിൻ്റെ കഥകളും അതിൻ്റെ ആലാപനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള സന്ദർഭം. അതുപോലെ തന്നെ ഈ പടയണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പടയണിയുടെ ആശാന്മാരായിരുന്നു അച്ഛനും അച്ഛൻ്റെ കാരണവന്മാരും അവരൊക്കെ. അപ്പോൾ പടയണിപ്പാട്ടും അതിൻ്റെ താളവും അതിൻ്റെ തപ്പുതാളവും അതാണ് ചെറുപ്പത്തിൽ മനസ്സിൽ. അതെ, അതിങ്ങനെ മുഴങ്ങി അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയാറുണ്ട്. എന്നെ ഈ അമ്മയുടെ പ്രാർത്ഥനയും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെയുണ്ട്. ഈ അമ്മയെ ഒരു പ്രാർത്ഥനയായിട്ടും അച്ഛനെ താളമായിട്ടും അതിനകത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ പടയണിയുടെ താളവും അതിൻ്റെ ഒരു ചടുലതയൊക്കെയാണ് പിന്നീട് കവിതകളിലും. അതെ, അത് ഈ പടയണി താളം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ താളമാണ്. എങ്ങനെയാണ് പടയണി പാട്ടുകൾ? പടയണിപ്പാട്ട് പല താള, ഏറ്റവും കൂടുതൽ താളബദ്ധമായിട്ടുള്ളത് പടയണിപ്പാട്ടുകളാണ്. കുഞ്ചതമ്പിയാവരെ പോലും സ്വാധീനിച്ചിട്ടുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പാട്ടിലൊക്കെ ഈ പടയണി താളങ്ങളാണ്. ഇതാണ് എനിക്ക് ആകെയുള്ളൊരു കാവ്യ സംസ്കാരം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വസ്തുക്കളെക്കുറിച്ചൊക്കെ ഞാൻ ചിലതൊക്കെ എഴുതാൻ തുടങ്ങി. ഇപ്പോൾ അമ്മയുടെ അച്ഛനുണ്ടായിരുന്ന ഒരു സന്യാസി, അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു എനിക്ക്. ഒരു ഭയങ്കര ഒരു നല്ല സന്യാസിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ചിലത്. പിന്നെ ഈ കീർത്തനങ്ങൾ തന്നെ. ആ കവിത ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ഓർക്കുന്നില്ല അതൊന്നും. പിന്നെ ഈ ദശാവതാരം ഒക്കെ കീർത്തനങ്ങളായിട്ട് എഴുതാൻ ആദ്യം ശ്രമിച്ചു. അത് കുറച്ചൊക്കെ എഴുതി, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് സൂക്ഷിച്ച് വെച്ചിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള കൂട്ടുകാരെക്കുറിച്ചൊക്കെ എഴുതും, എന്നെ പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ചൊക്കെ എഴുതും. അങ്ങനെയാണോ? അങ്ങനെയാണ് തുടക്കം. ശാന്ത എന്ന കവിത എഴുതാൻ അങ്ങനെ അത് വളരെ കഴിഞ്ഞിട്ട് കാവ്യരംഗത്ത് തന്നെ ഞാനൊരു അറിയപ്പെടുന്ന ഏറെക്കുറെ അറിയപ്പെടുന്ന കവിയായിട്ട് കഴിഞ്ഞു. ഞാനൊരു
59 പോലെ മദ്രാസിലായിരുന്നു. ആ. ഇവിടുന്ന് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കുറേ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നാട്ടിലുണ്ടായിരുന്നു. 59 ആകുമ്പോൾ ഞാൻ 58 ഞാൻ കൽക്കട്ടയ്ക്ക് പോയി. കൽക്കട്ടയ്ക്ക് പോയിട്ട് ഇവിടെ ജോലിയൊക്കെ അന്വേഷിച്ച് പോയതാണ്. അവിടെ ചെന്ന് പെട്ടത് ഖാദി പ്രതിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഗാന്ധി ആശ്രമം പോലുള്ളൊരു സ്ഥാനമാണ്. കൈത്തൊഴിൽ പരിശീലന കേന്ദ്രം. അവിടുത്തെ അന്തരീക്ഷവും അല്ലാതെ തന്നെ ഒലച്ചു. അപ്പോൾ അവിടുന്ന് പിന്നെ മദ്രാസ് ജോലി കിട്ടി മദ്രാസ് വന്നിട്ടും അവിടെ അപ്പോഴത്തേക്ക് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ബോധത്തിന് വിധേയനായിട്ടുള്ള ഒരാളായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ബോധം ഒരിക്കലും വിട്ടുമാറാതെ. ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഈ സേവന മേഖലയിലാണ്, ഈ ട്രേഡ് യൂണിയൻ അതൊക്കെയാണ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പ്രവർത്തനം. അപ്പോഴതിൻ്റെ ഇടയ്ക്കും ഈ പാരായണങ്ങളും ഈ കാവ്യ താല്പര്യങ്ങളും ഒക്കെ ഒരു പ്രധാനമായ കാര്യമായിട്ട് ഉണ്ടായിരുന്നു, കൂടെ കൊണ്ട് നടന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പതുക്കെ കവിത എഴുതാനും ഇതൊക്കെ തുടങ്ങി. അതൊരു കൗതുകവാദത്തിനാണ്, അത് സൂക്ഷിച്ച് വെക്കില്ല. ഒടുങ്ങി കഴിഞ്ഞപ്പോൾ ചില പേരുടെ കൂട്ടുകാരൊരു ഉണ്ണിയുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ എന്ന് പറയും, വടകരക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു എന്നെ പാണിന്നാണ്, പണിക്കരെന്നായിരുന്നു. ശരി, പണിക്കരാണ് ഇതിനൊക്കെ വെറും കടമ്മനിട്ട രാമകൃഷ്ണനായത്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ഡയറി ഉണ്ടെന്ന് തോന്നുന്നു, ഇനി എഴുതുന്നതൊക്കെ കളയാതെ ഈ ഡയറിക്കകത്ത് എഴുതി വെക്കണം. ആരെങ്കിലും എഴുതി വെച്ചു. പിന്നെ അവിടെയൊക്കെ നടക്കുന്ന സാഹിത്യ സംവാദങ്ങളിലൊക്കെ ഒരു കാഴ്ച കേൾവിക്കാനായിട്ട് പോയിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ട് ഈ എം ഗോവിന്ദൻ പറഞ്ഞൊരു അങ്ങേരുടെ ചില സംഭവങ്ങളിലുമായിട്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അതൊരു നല്ല വ്യക്തിബന്ധമായിട്ട് മാറി, ആശയബന്ധമല്ല, വ്യക്തിബന്ധമായിട്ട് വികസിച്ചു. അദ്ദേഹം പ്രേരിപ്പിച്ചു രാമകൃഷ്ണൻ എഴുതണം എന്നും പറഞ്ഞിട്ട്. അന്നൊക്കെ ഈ കുത്തിക്കുറിച്ച കവിതകൾ ഏതെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ട്? കരളിൻ കനിയായി തീരാൻ ചെറുകാനന ശൂന്യം വിടരുകയായി കരുതിയിരുന്നവരാണെന്നാലും കരയാതെ എങ്ങനെ പിരിയാവൂ. കരളിൻ കനിയേ കരയരുതേ നീ പറയാറുണ്ടിവനെന്നാലും കരവും വിട്ടു നടന്നപ്പോൾ കരുവി ഒഴുക്കിട്ടാമിഴിയിൽ. ഈ ഗോവിന്ദൻ്റെ ഈ പ്രചോദനം വളരെ ഇതായിട്ട് അന്ന് ഞാനൊരു കവിത എഴുതി, ഞാൻ. അത് ഗോവിന്ദൻ അത് വായിച്ചു പറഞ്ഞു ഇത് ഞാൻ പബ്ലിഷ് ചെയ്തോളൂ. സമീക്ഷ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ പ്രശസ്തമായ, വളരെ ഇൻ്റലക്ച്വൽ, വളരെ കൂടിയ ഒരു. അങ്ങനെയാണ് 65. അന്ന് ഞാൻ അപ്പോഴത്തേക്ക് കല്യാണം കഴിച്ചിട്ട് ഭാര്യ ഞാനെല്ലാം കൊണ്ട് മദ്രാസിലാണ്. അപ്പോൾ എൻ്റെ കവിതയ്ക്ക് പ്രസിദ്ധീകരിച്ചത് വർഷവും എൻ്റെ മകളുടെ ജനനവും കൂടെ ഒന്നിച്ച ഒരുപോലെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ കവിത ജനിച്ചത് ഈ മകളുടെ കൂടെ അതേ മാസം 1965 ഡിസംബർ മാസത്തിലാണ്. മനസ്സിലായ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു പ്രചോദനമായിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവിടെ എഴുതാൻ തുടങ്ങി. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് 67 ആയപ്പോഴത്തേക്ക് ഞാൻ ഒരുമാതിരിയൊക്കെ അറിയപ്പെട്ട് കഴിഞ്ഞു കേരളത്തിൽ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് 1975 ഞാൻ ശാന്ത എഴുതുന്നത്. അന്ന് ഈ രാജ്യത്തെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അടിയന്തരാവസ്ഥ. ആ കാലത്താണ് അത് എഴുതിയത്. ശാന്തയെ നീ കുളിച്ചീറുന്നത്. ആ കവിത ഒന്ന് ചൊല്ലി കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതിനകത്ത് ശാന്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ പേര് തന്നെയാണ് അതിനകത്ത്. അനുഭവം അതിനകത്തെ ഈ അന്തരീക്ഷ വർണ്ണനയിലും ഉപയോഗിച്ചിട്ടുള്ളത് ആത്മകഥാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ശാന്തേ കുളി കഴിഞ്ഞീറൻ പകർന്ന വാർകോന്തൽ കോതി വകഞ്ഞു പുറകോട്ട് വരിയിട്ട്